ഇന്ന് നമുക്ക് ഒരു പീനട്ട് ബട്ടർ ഉണ്ടാക്കിയാലോ. കടകളിൽ നിന്നൊക്കെ നമ്മൾ പീനട്ട് ബട്ടർ മേടിക്കുമ്പോൾ നല്ല വില കൊടുക്കണമല്ലേ. നമ്മുടെ വീടുകളിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ്. ഒരു കെമിക്കലും ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ കപ്പലണ്ടി അഥവാ നിലക്കടല എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം തുടക്കത്തിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം കൂട്ടി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊലിയൊക്കെ നീക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് നല്ല ബ്രൗൺ കളറാക്കുകയാണെങ്കിൽ പീനട്ട് ബട്ടറിന് നല്ല കളർ കിട്ടും. പക്ഷേ അന്നേരം നമ്മൾ നന്നായിട്ട് മധുരം ചേർക്കേണ്ടി വരും. പക്ഷേ ഞാൻ ഇതിനധികം മധുരമൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഈ സാധാരണ രീതിയിൽ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ നീക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. ആദ്യം നമുക്ക് ഒന്ന് പൊടിച്ച് എടുക്കാം. നമുക്ക് പല ആവർത്തി അടിച്ച് അതിൻ്റെ ചൂടോടുകൂടി അതിൻ്റെ എണ്ണയൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ആദ്യം ഞാനൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂണോളം തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ മധുരമൊന്നും ഉണ്ടാകും. ഞങ്ങൾ അധികം മധുരം വേണ്ട എന്ന് വെച്ചിട്ടാണ്. മധുരം കൂടുന്നവരും ടേസ്റ്റ് കൂടും. മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചോ കേട്ടോ, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിനനുസരിച്ച്. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഞാൻ ഒന്നും കൂടി നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി ഞാൻ അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഒന്നും കൂടി അത് നന്നായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഉണ്ടോ. അപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് ഇറങ്ങി അതിൻ്റെ ബട്ടറൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് നമുക്കിനി ഒരു പാത്രത്തിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ചപ്പാത്തിയുടെ കൂട്ടത്തിലും ബ്രെഡിൻ്റെ കൂട്ടത്തിലേക്ക് കഴിക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.